മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്ന റിബൽ ശല്യത്തിൻ്റെ ഒരു 10-1 പോലും ഇപ്രാവശ്യമില്ല. ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഏറ്റവും വലിയ അത്ഭുതം, പണ്ട് കോൺഗ്രസിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ, ഇപ്പൊ CPM-ലും ആയി. ഓരോ ടൂർണമെന്റിനും 2 സെമിഫൈനൽ ഉണ്ടാകാറുണ്ട്. അപ്പം ആദ്യത്തെ സെമിഫൈനൽ എന്ന് എല്ലാവരും വിശേഷിപ്പിച്ച നിലമ്പൂരിൽ നിങ്ങൾ ചെറിയ എഡ്ജോട് കൂടി ജയിച്ചു, ശരിയാണ്. രണ്ടാമത്തെ സെമിഫൈനൽ പക്ഷേ കുറച്ചുകൂടെ ടൈറ്റാണ്. അടിത്തട്ടിൽ പാർട്ടി വേണം. അടിത്തട്ടിൽ പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഒക്കെ വലിയ ക്ഷീണം നേരിട്ടത്. ഇപ്പോൾ അടിത്തട്ടിൽ പാർട്ടി ഉണ്ടോ? ആ അടിത്തട്ടിൽ പാർട്ടി ഉണ്ടെന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്താണോ ഈ പ്രതീക്ഷ വെക്കുന്നത്? തീർച്ചയായിട്ടും ആ പാർട്ടിയൊക്കെ അടിത്തട്ടിലൊക്കെ വളരെ ശക്തമാണ്. പ്രവർത്തനങ്ങൾ കുറച്ച് മന്ദീഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നിലമ്പൂരിൽ ചെറിയ എഡ്ജല്ല ഞങ്ങൾക്ക് കിട്ടിയത്. LDF ജയിച്ച സീറ്റിൽ ഞങ്ങൾ 11,000 വോട്ടാണ് ഞങ്ങൾ ജയിച്ചത്. കേരളത്തിൽ 10,000 വോട്ടിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് വലിയ മാർജിനാണ്. കേരളത്തിൽ വളരെ ചെറിയ മാർജിനാണ് എല്ലാവരും ജയിക്കാനുള്ളത്. പക്ഷെ കഴിഞ്ഞ 4-4.5 വർഷമായിട്ട് തുടർച്ചയായിട്ടുണ്ടാകുന്ന വിജയത്തിൻ്റെ ഒരു പര്യവസാനമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷം തോക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ. കേരളത്തിൽ അങ്ങനെയല്ലല്ലോ. കേരളത്തിൽ ഞങ്ങൾ ജയിച്ച ഇരട്ടി വോട്ടിനാണ് ഞങ്ങൾ തൃക്കാക്കര ജയിച്ചത്. 25,000 വോട്ടിനാണ് ജയിച്ചത് ഒരു അസംബ്ലി ഇലക്ഷൻ. ഉമ്മൻചാണ്ടി ജയിച്ച വോട്ടിൻ്റെ 4 ഇരട്ടി വോട്ടിനാണ് നമ്മൾ പുതുപ്പള്ളി ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിനാണ് ജയിച്ചത്. ചേലക്കരയിൽ 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് 12,000 വോട്ട് LDF-നെ കുറഞ്ഞത്. ഇവിടെ LDF ജയിച്ച സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ചു 11,000 വോട്ടിന്. എല്ലാ ലോക്കൽ ബോഡിയിലേക്കും നടന്ന ഇലക്ഷനിൽ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടായി. എല്ലായിടത്തും UDF-ന് എഡ്ജുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുന്നത്. ടീം UDF എന്ന് പറയുന്നത് ഭയങ്കര. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കാര്യം വരും. 2019 ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുമ്പോൾ മലപ്പുറം ജില്ലയിൽ ലീഗാണ് കോൺഗ്രസ് UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി. ഞങ്ങൾ അവിടെയാണ് 30-35 പഞ്ചായത്തിൽ തർക്കമായിരുന്നു, സാമ്പാർ മുന്നണി എന്തെങ്കിലും. അപ്പോൾ അവിടെയൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ കൊണ്ടോട്ടി 20 വർഷമായിട്ട് കോൺഗ്രസ് ലീഗ് നമ്മൾ തർക്കം ഉണ്ടായിരുന്നു. ഏക പഞ്ചായത്താണ് അത്. ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്. കൊണ്ടോട്ടിയിലേക്ക് 20 വർഷത്തായിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും തീർന്നു. കഴിഞ്ഞ പ്രാവശ്യം 30-35 സ്ഥലത്താണ്. ഞാൻ ഇല്ല എന്നല്ല ഞാൻ പറയും, പക്ഷേ വളരെ റെയറാണ്. ടീം UDF ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ കോൺഗ്രസിൻ്റെ അകത്തും എല്ലാ ലീഡേഴ്സും ഒരുമിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഞാനിപ്പോൾ ഇന്ന് KPC പ്രസിഡന്റും രമേശ് ചെന്നിത്തല ഞങ്ങളെല്ലാം ഇരുന്നേ ഉള്ളൂ. പല റൗണ്ടായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ച ഞങ്ങൾ നേതൃത്വം പരസ്പരം ആലോചിച്ച് എല്ലാ ദിവസവും പരസ്പരം ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാം ഓരോ ഏരിയ ഡിവൈഡ് ചെയ്ത് എല്ലാവരും ഓരോ ഏരിയ ഡിവൈഡ് ചെയ്താണ്. ഇതിപ്പോൾ K മുരളീധരൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ നേരത്തെ ചാർജ് എടുത്ത്, ഞാൻ കൊച്ചിയിൽ നോക്കി, രമേശ് ചെന്നിത്തല കൊച്ചിയിൽ അങ്ങ് നോക്കി. പക്ഷെ അതിനകത്ത് അവിടെ വിമതശല്യവും നമ്മുടെ ഒരു സ്ഥാനാർത്ഥിത്വ പ്രശ്നങ്ങളും കൂടെ ആയിട്ട് കുറച്ചൊരു തലവേദന വന്നു. ഇല്ല, അത് കോർപ്പറേഷനിലല്ല.